അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ മാജിക്കൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 45-ാമത്തെ അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വിഷയത്തിൻ്റെ ഒരു ചോദ്യരൂപമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നെഗറ്റീവ് ഫോം ആയിരുന്നു, അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ അതിൻ്റെ പോസിറ്റീവ് ഫോമുമാണ് നമ്മൾ പഠിച്ചത്. അവൻ വന്നിട്ടുണ്ട്, അവൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ പോസിറ്റീവ് ഫോം. അതിന് ശേഷം അതിൻ്റെ നെഗറ്റീവ് ഫോം പഠിച്ചു. അവൻ കൊണ്ടുവന്നിട്ടില്ല, അവൻ്റെ ബുക്ക് കൊണ്ടുവന്നിട്ടില്ല, അവൾ ഒരു പുതിയ കാറ് വാങ്ങിയിട്ടില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് നമുക്കതിൻ്റെ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് അത് അവൻ വന്നിട്ടുണ്ടോ, അവൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ, അവൻ അത് ചെയ്തിട്ടുണ്ടോ എന്നിത്യാദി ചോദ്യങ്ങളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഹാസ് ഓർ ഹാവ് എന്നുള്ള ആ ഒരു ഓക്സിലറിയെയാണ് ആദ്യം വെക്കേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ അതാണ് വേണ്ടത്, ഹാസ് അല്ലെങ്കിൽ ഹാവ്. അതിനുശേഷം സബ്ജക്റ്റ് വെക്കണം. അതിനുശേഷം വെർബിൻ്റെ മൂന്നാമത്തെ രൂപം വെർബ് 3 ആണ് നാം ഉപയോഗിക്കേണ്ടത്. മൂന്നാമതായിട്ട് നാം വെർബിൻ്റെ മൂന്നാമത്തെ രൂപം ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റൻസ് അവിടെ പൂർത്തിയായി. പിന്നീട് നമുക്ക് ആവശ്യാനുസരണമുള്ള വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് വലിയ സെൻറ്റൻസ് ആക്കി മാറ്റുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ വാക്യഘടന. ഫസ്റ്റ് ഹാസ് ഓർ ഹാവ്, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം വെർബിൻ്റെ മൂന്നാമത്തെ ഫോം. ഇതാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഏതാനും ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ്, ഹാസ് ഹി ഡൺ ദാറ്റ്. ഡൺ എന്നുള്ളത് ഡു എന്ന വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ്. ഡു, ഡിഡ് എന്നാണ് അതിൻ്റെ സെക്കൻഡ് ഫോം, ഡൺ എന്നാണ് അതിൻ്റെ മൂന്നാമത്തെ രൂപം. അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഡു എന്ന് ഡിഡും സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് ഫോം ആദ്യം എഴുതിയിട്ടുണ്ട് മുകളിൽ. അതിനുശേഷം വാക്യത്തിൽ വന്നിട്ടുള്ള ഡൺ, അത് വെർബിൻ്റെ തേർഡ് ഫോമാണ്. അതാണ് നമുക്ക് ഈ വാക്യത്തിൽ ആവശ്യമായിട്ടുള്ളത്. മാത്രവുമല്ല, അത് ചോദ്യമാകുമ്പോൾ ഫസ്റ്റ് ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹാസ് ഹി ഡൺ, അവൻ ചെയ്തിട്ടുണ്ടോ. ഹാസ് ഹി ഡൺ ദാറ്റ്, അവൻ അത് ചെയ്തിട്ടുണ്ടോ എന്നാണ് അർത്ഥം. അവൻ അത് ചെയ്തിട്ടുണ്ടോ. ഹാസ് ഷീ അണ്ടർസ്റ്റുഡ്, അവൾ മനസ്സിലാക്കിയിട്ടുണ്ടോ. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. അതിൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം അണ്ടർസ്റ്റുഡ് എന്ന് തന്നെയാണ്. അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് വാക്യത്തിൽ വന്നിട്ടുള്ളത്. വാക്യത്തിൽ വന്ന അണ്ടർസ്റ്റുഡ് മൂന്നാമത്തെ ഫോമാണ്, അത് തന്നെയാണ് സെക്കൻഡ് ഫോമും. അതിൻ്റെ ബ്രാക്കറ്റിൽ റൗണ്ടിൽ കൊടുത്തതാണ് അണ്ടർസ്റ്റാൻഡ്, അതാണ് ഫസ്റ്റ് ഫോം. അപ്പോൾ ഹാസ് ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ്, അവൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ. ഹാസ് ഷീ അണ്ടർസ്റ്റാൻഡ്, ഹാസ് ഷീ അണ്ടർസ്റ്റുഡ് ദം, അവൾ അവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ. ഹാസ് ഷീ അണ്ടർസ്റ്റുഡ് യു, അവൾ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ. ഹാസ് ഷീ അണ്ടർസ്റ്റുഡ് ദിസ്, അവൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ. അതൊക്കെ നമുക്ക് നാലാമതായി ആവശ്യാനുസരണം വാക്കുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹാസ് ഷീ അണ്ടർസ്റ്റുഡ്, അവൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, അർത്ഥം എഴുതിയിട്ടുണ്ട്, അവൾ മനസ്സിലാക്കിയിട്ടുണ്ടോ. നാലാമത് നമുക്ക് ആവശ്യാനുസരണം ഓരോ വാക്കുകളോ എന്താ വേണ്ടത് എങ്കിൽ അതിനെങ്ങനെ ചേർത്ത് നമുക്ക് സെൻറ്റൻസിനെ ദീർഘമാക്കാം, അതിനെ വലുതാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കറിയാം ഐ യു ഒഴികെയുള്ള ഏത് ഏകവചനങ്ങളും സബ്ജക്റ്റ് ആകുമ്പോഴാണ് ഹാസ് എന്നത് ഉപയോഗിക്കുന്നത്. അപ്പം അത് ചോദ്യമാകുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ വെക്കുന്നു എന്ന് മാത്രം. ഇനി ഐ എന്നതാണെങ്കിലും യു എന്നതാണെങ്കിലും മറ്റു ഏത് ബഹുവചനങ്ങളാണെങ്കിലും അതിൽ നമുക്ക് വേണ്ട ഓക്സിലറി ഹാവ് എന്നുള്ളതാണ്. അപ്പം അതിന് ഹാവ് ഐ മിസ്അണ്ടർസ്റ്റുഡ്, ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ. മിസ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുക എന്നതിനുള്ള വർബാണ്. അതിൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം മിസ് അണ്ടർസ്റ്റുഡ് എന്നാണ്. അതിലെ തേർഡ് ഫോമാണ് ഇവിടെ വാക്യത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് ഫോമാണ് റൗണ്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. തേർഡ് ഫോം, ഇതിൽ ഈ കാണുന്ന തേർഡ് ഫോം തന്നെയാണ് സെക്കൻഡ് ഫോം. അപ്പോൾ നിങ്ങളത് വേർതിരിച്ച് മനസ്സിലാക്കി പട്ടികയായി എഴുതി സൂക്ഷിച്ച് മനസ്സിലാക്കിയാൽ മതി. ഉദാഹരണം, ഹാവ് ഐ മിസ്അണ്ടർസ്റ്റുഡ്, ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ. ഹാവ് യു മിസ്അണ്ടർസ്റ്റുഡ് മീ, നീ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ. ഹാവ് യു, ഇവിടെ സബ്ജക്റ്റ് യു ആണെങ്കിലും ഐ ആണെങ്കിലും മറ്റു ബഹുവചനങ്ങളാണെങ്കിലും ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹാവ് യു മിസ്അണ്ടർസ്റ്റുഡ്, നീ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ. ഹാവ് യു മിസ്അണ്ടർസ്റ്റുഡ് ഹെർ, നീ അവളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ. ഹാവ് യു മിസ്അണ്ടർസ്റ്റുഡ് യുവർ ഫ്രണ്ട്, നീ നിന്റെ ഫ്രണ്ടിനെ, കൂട്ടുകാരനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ. ഹാവ് യു മിസ്അണ്ടർസ്റ്റുഡ്, ഹാവ് ഐ മിസ്അണ്ടർസ്റ്റുഡ്. ഹാവ് ദേ മിസ്അണ്ടർസ്റ്റുഡ്, അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ. ഹാവ് വി മിസ്അണ്ടർസ്റ്റുഡ്, നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ. ഹാവ് വി മിസ്അണ്ടർസ്റ്റുഡ് ദം, നമ്മൾ അവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് സെൻറ്റൻസിനെ നമ്മൾ ഇങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്. മറ്റു ബഹുവചനങ്ങളാണെങ്കിലും ഹാവ് തന്നെയാണ്. നമുക്കറിയാം ഹൗ ദേ സ്റ്റുഡ്,
അവർ നിന്നിട്ടുണ്ടോ? ഹാവ് ദേ സ്റ്റുഡ് ദർ? അവർ അവിടെ നിന്നിട്ടുണ്ടോ? സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നുള്ളതിന്റെ വെർബാണ്. അതിന്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം സ്റ്റുഡ് എന്നാണ്. സ്റ്റുഡ്. അപ്പൊ അതിലെ മൂന്നാമത്തെ ഫോം ആയിട്ടുള്ള സ്റ്റുഡ് ആണ് ഇവിടെ സെന്റൻസിൽ വാക്യത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ബേസ് ഫോം അവിടെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലെ തേർഡ് ഫോമിന്റെ അതേ രൂപം തന്നെയാണ് സെക്കൻഡ് ഫോമിനും എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് ഉദാഹരണങ്ങൾ കൊടുക്കാം. ഹൗ ദേ, ഇവിടെ ഏത് ബഹുവചനങ്ങളും കൊടുക്കാം. ഹൗ വി, ഹൗ ദേ, ഹൗ ബോയ്സ്, ഹൗ ഗേൾസ്, ഹൗ ബ്രദേഴ്സ്, ഹൗ സിസ്റ്റേഴ്സ് ഗോൺ ദർ. സഹോദരിമാർ അവിടെ പോയിട്ടുണ്ടോ എന്നാണ് അർത്ഥം. ഹൗ സിസ്റ്റേഴ്സ് ഡൺ ദാറ്റ്. സഹോദരിമാർ അത് ചെയ്തിട്ടുണ്ടോ എന്നായി അർത്ഥം. ഹൗ ബോയ്സ് പ്ലേഡ് ദർ. ആൺകുട്ടികൾ അവിടെ കളിച്ചിട്ടുണ്ടോ എന്നായി അർത്ഥം. ഹൗ ബോയ്സ് പ്ലേഡ്. ഹൗ ബോയ്സ് കം ഹിയർ. ആൺകുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടോ. അപ്പോൾ ഏത് ബഹുവചനങ്ങൾ വരുമ്പോഴും നമുക്ക് ഹാവ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക ഈ ചോദ്യം. പിന്നീട് ആ ബഹുവചനമായിട്ടുള്ള സബ്ജക്റ്റ് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു വെർബിന്റെ തേർഡ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചോദ്യം നമുക്ക് അർത്ഥമായി കിട്ടും. ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇതിനെ നിങ്ങൾ മുമ്പ് പഠിച്ച എല്ലാ തേർഡ് ഫോമുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ സെന്റൻസുകളെ നിങ്ങൾ ധാരാളം സെന്റൻസുകളെ മാറ്റിമറിച്ച് ഉണ്ടാക്കി പരിശീലിക്കുക. അതിനെ എഴുതി വെക്കുകയും അതിനെ പറഞ്ഞ് പരിശീലിക്കുകയും ചെയ്യുക. പറഞ്ഞ് പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ സ്ഫുടമായി ആവശ്യാനുസരണം അത് സംസാരിക്കാൻ സാധിക്കും. അപ്രകാരം തന്നെ ഇനി നിങ്ങൾക്ക് എവിടെ നിന്ന് ഒരു വെർബിന്റെ മൂന്നാമത്തെ ഫോം കിട്ടിക്കഴിഞ്ഞാലും അത് ഇത്തരത്തിലുള്ള ഒരു വാക്യഘടനയുടെ കൂടെ പ്രയോഗിച്ചുകൊണ്ട് ശീലിക്കുക. അപ്രകാരം തന്നെ നമ്മൾ എഴുതിയ വെർബിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തേർഡ് ഫോം ഒക്കെ മനഃപ്പാടമാക്കുക. പിന്നീട് ഏത് വെർബ് കിട്ടിയാലും നമുക്ക് അതിന്റെ തേർഡ് ഫോം കിട്ടാൻ ഇന്നത്തെ കാലത്ത് പ്രയാസം ഏതുമില്ല. കാരണം നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത ഒരു വെർബിന്റെ തേർഡ് ഫോം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിഷ്പ്രയാസം തന്നെ നമുക്കത് മുന്നിലേക്ക് എത്തും. അത്തരത്തിൽ എവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന തേർഡ് ഫോമിനെയും ഈ സ്ട്രക്ചറിൽ മൂന്നാമതായിട്ട് ഉപയോഗിക്കാം. അപ്പോഴെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള അർത്ഥമായിരിക്കും കിട്ടുക. അതുകൊണ്ട് ഈ പാഠം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരും നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഈ ഒരു വിഷയം ഫ്ലുവൻ്റ് ആക്കി എല്ലാവരും മാറ്റുക. ഇതോടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.